മുഖ്യധാരാ മാധ്യമങ്ങൾ അല്ലെങ്കിൽ നിഷ്പക്ഷ മാധ്യമങ്ങൾ എന്ന് പറയുന്ന നിഷ്പക്ഷ മാധ്യമം വെറുതെ പറഞ്ഞാണ്. അപ്പോൾ മാധ്യമങ്ങളൊക്കെ എങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് അപവാദങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അജണ്ട അതാണ്. അത് ശരിയാണ്. അപ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ CPM-ന് എതിരായിട്ടാണ് എപ്പോഴും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരാണ്. പക്ഷേ മുഖ്യമന്ത്രി ഈ പെൻഷൻ്റെ ഇത് പറയുന്നു, മിനിറ്റുകൾക്കകം തന്നെ ജനങ്ങളുടെ റെസ്പോൺസ് വരിക. അപ്പോൾ എനിക്ക് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കുള്ള ഒരു സംശയമാണ്, വേറെ മാധ്യമങ്ങളിലെ പിന്തുണയില്ല, വേറെ നമുക്കൊരു PR വർക്കുകളൊന്നുമില്ല, ജനങ്ങളും ഇടതുപക്ഷവും തമ്മിലുള്ള ആ കണക്ഷൻ്റെ ഒരു മാജിക്ക് അതെന്താണ്? അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ട് കഴിഞ്ഞ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ വിധി എഴുതിയതാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ അന്ത്യമായി, ഇനി UDF വരാൻ പോവുകയാണ്. UDF വരാൻ പോകുന്നത് മാത്രമല്ല, ആരൊക്കെയാണ് മന്ത്രിയാവാൻ പോകുന്നത്, മന്ത്രിമാരുടെ സ്റ്റാഫ് ആരായിരിക്കും എന്നുൾപ്പെടെ UDFകാർ ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയുമെന്ന പ്രത്യേകത ആ ഗവൺമെൻറ്റിനുണ്ട്. എന്നാൽ പാർട്ടി മുന്നോട്ടേക്ക് വെച്ച എല്ലാ മുദ്രാവാക്യങ്ങളും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒന്നല്ല ഈ ഗവൺമെൻറ് എന്ന പരിമിതിയും ആ ഗവൺമെൻറ്റിനുണ്ട്. അതിപ്പോഴും ബാധകമാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെക്കുന്ന മുദ്രാവാക്യങ്ങൾ മുഴുവൻ, ഇപ്പോൾ ഭരണകൂട വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു ബൂർഷ്വാ സമ്പദ് വ്യവസ്ഥയാണല്ലോ ഈ ഇന്ത്യയിൽ. CPM സംസ്ഥാന സെക്രട്ടറിയും തളിപ്പറമ്പ് MLA-യുമായ ഗോവിന്ദ മാഷാണ് നമ്മോടൊപ്പം ഇന്ന് പോഡ്കാസ്റ്റിലുള്ളത്. നമസ്കാരം മാഷേ. മാഷ്, ഇപ്പം പാർട്ടി അല്ലെങ്കിൽ ഇടതുമുന്നണി ഭീകരമായൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് എന്നാണ് മുഖ്യധാര മാധ്യമങ്ങളൊക്കെ നമുക്ക് തരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പം സ്വർണ്ണക്കള്ള കേസിൽ അന്വേഷണം നടക്കുന്നു. PM ശ്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ മുന്നണിയിലുള്ളവർ തന്നെ അടഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഒരു CPM സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ മാഷ് എങ്ങനെയാണ് ഇതിന് ഞങ്ങൾക്കൊരു വിശദീകരണം നൽകുന്നത്? ഇതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്ന നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ ഞങ്ങൾ എന്തോ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്നതിലും യോജിപ്പില്ല. ഇപ്പോൾ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ചില അന്വേഷണം നടന്നു വരുന്നുണ്ട്. അന്വേഷണം ഫലപ്രദമായി നടക്കണം എന്ന് തന്നെയാണ് CPM-ൻ്റെ ആദ്യം മുതൽ ഇപ്പോൾ ഉള്ള ഇനി നാളെയുള്ള അഭിപ്രായം. ആരാണോ കുറ്റക്കാർ അവരെ കണ്ടെത്തണം. ആരെയും സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഞങ്ങൾ പാർട്ടി സ്വീകരിക്കില്ല, ഗവൺമെൻറ് സ്വീകരിക്കില്ല. സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ SIT അന്വേഷണം ജാഗ്രതയായിട്ടും ഫലപ്രദമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വാർത്തകളിൽ നിന്നുൾപ്പെടെ മനസ്സിലാകുന്നത്. അപ്പോൾ അതിൽ ആരൊക്കെയാണോ ഉത്തരവാദികൾ അവരെ മുഴുവൻ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും എത്രയാണോ സ്വർണം നഷ്ടപ്പെട്ടിട്ടുള്ളത് നഷ്ടപ്പെട്ട മുഴുവൻ സ്വർണവും തിരിച്ചു പിടിക്കാനും സാധിക്കേണ്ടതുണ്ട് എന്നാണ് കൃത്യതയോടുകൂടി ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞത്. അത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രശ്നവും പ്രതിസന്ധിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലോ CPM-ലോ ഇല്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ PM ശ്രീയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ആ കാര്യം പൂർണ്ണമായ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളതും, മന്ത്രിസഭയ്ക്ക് അകത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ഒരു പൂർണ്ണത വന്നില്ല എന്നുള്ളതും ഒരു പ്രശ്നമായിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അതിൻ്റെ വെളിച്ചത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് പ്രത്യേകിച്ച് CPI-യുമായിട്ട് തർക്കമുണ്ടായി. ആ തർക്കം ഞാൻ മുമ്പ് തന്നെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് പരിഹരിക്കുന്ന നിലയും സ്വീകരിച്ചിട്ടുണ്ട്. അതിലാരാണ് ജയിച്ചത് ആരാണ് തോറ്റത് എന്നൊന്നും പറയുന്നതിൽ യാതൊരു കാര്യമില്ല. രാഷ്ട്രീയമാണ്. ഒരു കാര്യം നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ചാനൽ അവതാരികമാർ ഞാൻ പറഞ്ഞ കാര്യം വെച്ചുകൊണ്ട് തെറ്റായ ചില വിശകലനങ്ങൾ നടത്തിയിട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ അന്നും ഇന്നും പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പൊതുവേ പറഞ്ഞത് 1957 ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരത്തിൽ വന്നത്. അതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതൊക്കെ ഭരണകൂട വ്യവസ്ഥയെ തന്നെ മാറ്റി പുതിയ ഭരണകൂട വ്യവസ്ഥ സ്ഥാപിച്ചുകൊണ്ടാണ്. റഷ്യയിലായാലും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുൾപ്പെടെ. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് കേരളത്തിൽ പാർലമെൻ്ററി സ്ഥിതി പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരത്തിൽ വരാം എന്നുള്ള ആദ്യത്തെ ഒരു കീഴ്വഴക്കമില്ലാത്ത ലോകത്തിൻ്റെ മുമ്പിൽ ആദ്യത്തെ സംരംഭം കേരളത്തിലെ ഇടതുപക്ഷ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. അതിൽ സ്വതന്ത്രന്മാരും കൂടി ഉണ്ടായിരുന്നു. ആ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത് സഖാവ് EMS ആണ്. EMS ഒരു കാര്യം പറഞ്ഞു. അതായത് ഞങ്ങൾ ഭരണത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ നിരവധിയായ മുദ്രാവാക്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഉന്നയിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരവധിയായ മുദ്രാവാക്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ മുദ്രാവാക്യങ്ങൾ മുഴുവൻ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല ഇപ്പോൾ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്. അതാണ് അതിൻ്റെ പരിമിതി. എന്നാൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയുന്ന നിരവധി നടപടികൾ
ഗവൺമെൻറ്റിന് സ്വീകരിക്കാനാവും. അങ്ങനെയുള്ള നടപടികൾ ആദ്യം തന്നെ സ്വീകരിച്ചു. അതിൽ ഒന്നാമത്തെ നടപടിയാണ് 6ാമത്തെ ദിവസം ഓർഡിനൻസ് ഇറക്കിക്കൊണ്ട് അന്നത്തെ EMS ഗവൺമെൻറ് കുടിയൊഴിപ്പിക്കരുത് എന്ന ഓർഡിനൻസ് കൊണ്ടുവന്നു. കുടിയൊഴിപ്പിക്കരുത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിധി നിർണായകമായ ഒരു തീരുമാനമായിരുന്നു അത്. ജന്മിമാർക്ക്, ഭൂപ്രമാണിമാർക്ക് കുടിയാന്മാരെയും കൃഷിക്കാരെയും ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അത് 57 ഏപ്രിൽ 11 ഓർഡിനൻസ് വഴിയാണ് അത് അവസാനിപ്പിച്ചത്. അതൊരാശ്വാസമാണ്. അപ്പോൾ ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയുമെന്ന പ്രത്യേകത ആ ഗവൺമെൻറ്റിനുണ്ട്. എന്നാൽ പാർട്ടി മുന്നോട്ടേക്ക് വെച്ച എല്ലാ മുദ്രാവാക്യങ്ങളും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒന്നല്ല ഈ ഗവൺമെൻറ് എന്ന പരിമിതിയും ആ ഗവൺമെൻറ്റിനുണ്ട്. അതിപ്പോഴും ബാധകമാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെക്കുന്ന മുദ്രാവാക്യങ്ങൾ മുഴുവൻ, ഇപ്പോൾ ഭരണകൂട വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു ബൂർഷ്വാ സമ്പദ് വ്യവസ്ഥയാണല്ലോ ഈ ഇന്ത്യയിൽ. കുത്തക മുതലാളിത്തവും ഭൂപ്രഭുത്വവും സാമ്രാജ്യത്വവും അതിൻ്റെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്ന ഒരു ഭരണകൂട വ്യവസ്ഥയാണ് ഉള്ളത്. ആ ഭരണകൂട വ്യവസ്ഥക്കകത്ത് നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് പരിമിതികളുണ്ട്. ആ പരിമിതികൾ കണ്ടുകൊണ്ടും എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. അത് കേവലം ആശ്വാസ നടപടി മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം കടന്നുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ജന്മിത്വം അവസാനിപ്പിക്കുന്ന മൗലികമായ നിലപാട് വരെ സ്വീകരിച്ച അനുഭവം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾക്ക് ഉണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പരിമിതിക്കൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന, ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി, ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നടത്താൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും നമുക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ വഹിക്കുകയും ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിബന്ധനകൾക്ക് വിധേയമാവാതെ ഒരു പൂർണ്ണമായ അർത്ഥത്തിൽ റിപ്പബ്ലിക്ക് പോലെ കേരളം ഒരു രാജ്യമായിട്ട് നിൽക്കുകയല്ല. അപ്പോൾ ഒരുപാട് പരിമിതികൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിൽ ജനങ്ങൾക്ക് അംഗീകരിക്കാനാവാത്ത, ജനങ്ങൾക്ക് എതിരായിട്ട് വരുന്ന എല്ലാ നിലപാടിനെയും എതിർത്തുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഉൾപ്പെടെ ഈ ഘട്ടത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് ഉയർന്നു വന്ന ഒരു പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാധാരണ ചെയ്യുന്നത് പോലെ പരസ്പരം ചർച്ചയിലൂടെയും ഉഭയകക്ഷി ചർച്ചയിലൂടെയും ആ പ്രശ്നങ്ങളെല്ലാം ഇപ്പോഴും പരിഹരിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. അതുകൊണ്ട് മുന്നണിക്കകത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഇപ്പോഴില്ല. മാഷ് പറഞ്ഞത് തന്നെ നമുക്ക് തുടങ്ങും. ഇപ്പോൾ ഇന്ത്യ നമ്മൾ തന്നെ കേരളത്തിന് ഭയങ്കരമായിട്ട് ഞെരുക്കുന്നൊരു സമയമാണ് സാമ്പത്തികമായിട്ടും. അതേസമയം മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പെൻഷൻ ഉയർത്തിയ പ്രഖ്യാപനം ജനങ്ങൾ ഏറ്റെടുത്തു. പക്ഷെ അത് നമുക്ക് മാധ്യമങ്ങൾ ഇതേപോലെ തന്നെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ആശങ്കകളുണ്ട്. കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രത അത് എങ്ങനെയായിരിക്കും, കേന്ദ്രം തരാനുള്ളതൊക്കെ വാങ്ങിച്ചെടുക്കുമോ എന്നുള്ളത്. കേരളത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ബദൽ സംവിധാനമാണ് കേരളത്തിൽ ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇടതുപക്ഷ ബദലാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു ഇടതുപക്ഷ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരേ ഒരു ഗവൺമെൻറ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മാത്രമാണ്. ഇപ്പോൾ കേരളത്തോട് കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് എല്ലാ സംസ്ഥാനങ്ങളോടും എടുക്കുന്ന നിലപാടല്ല. തികച്ചും വ്യത്യസ്തമായി ഒരുതരം സാമ്പത്തിക ഉപരോധം പോലെ കേരളത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് തരേണ്ടുന്ന അവകാശപ്പെട്ട 2 ലക്ഷത്തോളം കോടി രൂപ നമുക്ക് തരാൻ ബാക്കിയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ. അതിനു പുറമെ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന, സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും കൂടി ചേർന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളിൽ ഇപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു 10,000 കോടി രൂപയെങ്കിലും നമുക്ക് കിട്ടാൻ ബാക്കിയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലും ശരിയായ രീതിയിലുള്ള ഈ മാനേജ്മെൻറ്റ് സംവിധാനം, അങ്ങനെയാണല്ലോ നമ്മൾ പറയുക, അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടാണ്, സാമ്പത്തിക മാനേജ്മെൻറ്റിന് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയതുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലാതെ ട്രഷറി പൂട്ടാതെ നമ്മൾ തീരുമാനിച്ച എല്ലാ നിലപാടുകളും സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് കഴിയുന്നത്. പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് കേരളം നടപ്പിലാക്കി വരികയാണ്. എല്ലാ കൊല്ലവും പ്രോഗ്രസ് റിപ്പോർട്ട് എത്രത്തോളമാണ് നമുക്ക് നടപ്പിലാക്കാനായത്, നടപ്പിലാക്കേണ്ടത് എത്രയായിരുന്നു എന്നൊക്കെയുള്ള കാര്യം കൃത്യമായിട്ട് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോയത്. അപ്പോൾ ഈ വർഷം അവസാനിക്കുന്നതോടുകൂടി എന്ന് പറഞ്ഞാൽ 2025-26 മാർച്ച് വരെയാണല്ലോ നമ്മുടെ ഈ വർഷം എന്ന് പറയുന്നത്. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് അത്രത്തോളം പറയുന്നത് പോലെ നടപ്പിലാക്കാനാവാത്ത ചില കാര്യങ്ങളുമുണ്ട്.
എന്നാൽ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ ഒന്നാമത്തെ കാര്യം, ഇവിടെ 62 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് പെൻഷൻ, ക്ഷേമ പെൻഷൻ ആനുകൂല്യം. ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം കർഷക തൊഴിലാളി വിഭാഗം ഉൾപ്പെടെയാണ്. അവർക്കെല്ലാം 45 ഉറുപ്പികയിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. 1980 നായനാരുടെ ഗവൺമെൻറ്റാണ് തുടങ്ങിയത്. അതിങ്ങനെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റുകൾ തന്നെ വർദ്ധിപ്പിച്ച് ഒരു ഗവൺമെൻറ്റും പോലെ കൊടുത്തിട്ടില്ല, അധികം വർദ്ധിപ്പിച്ചില്ല. ഒരു ഘട്ടത്തിൽ 100 രൂപ വർദ്ധിപ്പിച്ചു എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞതല്ലാതെ അത് കൊടുത്തിട്ടുമില്ല. അപ്പോൾ വർദ്ധിപ്പിച്ചതും കൊടുത്തതും മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകൾ മാത്രമാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം 600 രൂപയായിരുന്നു. പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 600 രൂപയായിരുന്നു ഈ കർഷക തൊഴിലാളി ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ. അതിൽ തന്നെ 10-18 മാസക്കാലത്തെ കുടിശ്ശികയായിരുന്നു. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ആദ്യം വന്നപ്പോൾ ആദ്യം ചെയ്ത പണി ഈ കുടിശ്ശിക മുഴുവൻ 600 രൂപ പ്രകാരമുള്ള കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്തു. പിന്നീട് പടിപടിയായിട്ട് അത് വർദ്ധിപ്പിച്ചു. അത് 1600 ആക്കി. ആ 1600 ഇപ്പോഴും 400 രൂപ കൂട്ടി 2000 ആക്കി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് പ്രഖ്യാപനത്തിലെ ഏറ്റവും ശ്രദ്ധേയവും പാവപ്പെട്ട ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന ഗവൺമെൻറ്റിൻ്റെ നിലപാട് ജനങ്ങളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ 2000 ഉറുപ്പിക ഒരു കുടുംബത്തിലേക്ക് എത്തുക, അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന പ്രഖ്യാപനം നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിലാണ് 1600 നിന്ന് 2000 ഉയർത്തുന്നത്. ഒരു വീട്ടിൽ രണ്ടാളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് 4000 ഉറുപ്പിക വരുമാനം കിട്ടുകയാണ്. പിന്നെ അരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർക്ക് സൗജന്യമായിട്ടുമുണ്ട്, അതുപോലെ തന്നെ അവർക്ക് സൗജന്യ നിരക്കിലുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജീവിക്കാൻ പ്രയാസപ്പെടാത്ത ഒരു സാഹചര്യം കേരളത്തിൽ രൂപപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമായിട്ട് മാറിയിട്ടുണ്ട് കുടുംബശ്രീ. ആ കുടുംബശ്രീ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ പഞ്ചായത്തിലും വാർഡിലും അവർക്ക് ഒരു ഗ്രാൻഡ് പോലെ 1000 ഉറുപ്പിക പ്രകാരം കൊടുക്കാം എന്നിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു വലിയ ആശ്വാസമാണ്. കുടുംബശ്രീ സംവിധാനത്തിന് തന്നെ വലിയ ആശ്വാസം നൽകുന്നതാണ് ആ പ്രഖ്യാപനം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രസ്താവന, നവംബർ 1 മുതൽ നടപ്പിലാക്കാൻ പോകുന്ന സ്ത്രീകൾക്ക്, മുമ്പേ പറഞ്ഞാണ് വീട്ടമ്മമാർക്ക് സാമ്പത്തിക സഹായം നൽകും എന്നുള്ളത്. വീട്ടമ്മമാരെന്ന് പറയുമ്പോൾ അഭ്യസ്തവിദ്യരായ സ്ത്രീകൾ ഉൾപ്പെടെയാണ്. അവർക്ക് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ, 60 വയസ്സിന് ശേഷമുള്ളത് നിരവധി പെൻഷൻ പരിപാടികളൊക്കെ ഉണ്ട്. ഈ ഒരു ആനുകൂല്യവും ലഭിക്കാത്ത മുഴുവൻ സ്ത്രീകൾക്കും അത് കാർഡ് നിശ്ചയിച്ചുകൊണ്ടാണ് തീരുമാനിച്ചത്. ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന രണ്ട് തട്ട് എന്ന് പറയുമ്പോൾ ഒന്ന് മഞ്ഞ കാർഡ്, അതുപോലെ തന്നെ പിങ്ക് കാർഡ്. ആ കാർഡ് ഏതാണ്ട് 33.4 ലക്ഷം ആളുകളാണ്. ഈ 33.4 ലക്ഷം ആളുകൾക്ക് 1000 ഉറുപ്പിക പ്രകാരം കൊടുക്കാനിപ്പോൾ തീരുമാനിച്ചു. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച ഒരു മുന്നേറ്റമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ 2 ആൾ പെൻഷൻ വാങ്ങാനും ഒരു സ്ത്രീ ഇതുപോലെയും ഉണ്ടെങ്കിൽ 5000 ഉറുപ്പിക കിട്ടി. 5000 ഉറുപ്പിക അവരുടെ കയ്യിൽ വീട്ടിലേക്ക് എത്തുന്ന നില വരും. അപ്പോൾ 33 ലക്ഷത്തിലധികം ആളുകൾക്ക് ഈ ആനുകൂല്യം കിട്ടാൻ പോവുക. അധ്യാപകർക്കും ജീവനക്കാർക്കും DA പ്രഖ്യാപിച്ചു. അതേപോലെ തന്നെ പെൻഷൻകാർക്കും ഇതേ DA അനുവദിക്കുമെന്ന് തീരുമാനിച്ചു. ഇങ്ങനെ എല്ലാ തലങ്ങളിലും ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ, അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന IT, പോളിടെക്നിക്ക്, അതുപോലെ ഡിഗ്രി, അങ്ങനെ അത് കഴിഞ്ഞുള്ള ആളുകൾക്ക് ജോലി തേടുന്നത് വരെയുള്ള ബോധപൂർവമായ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട് അവർക്ക് 1000 ഉറുപ്പിക കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ തൊഴിൽ തേടുന്നതിന് വേണ്ടി, അവർക്ക് പരിശീലിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം കിട്ടുകയാണ്. ഇപ്പോൾ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. സാധിക്കും. കാരണം KDISCിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് 20 ലക്ഷം അഭ്യസ്തവിദ്യരായ യുവതിയുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുമെന്നാണ് കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞത്. ഇപ്പോഴും തന്നെ ലക്ഷക്കണക്കിന് ആൾക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട്. രണ്ട് തരത്തിലാണ് തൊഴിൽ കിട്ടുക. ഒന്ന് തൊഴിൽ സംരംഭം, 3,50,000 സംരംഭം നമ്മൾ ആരംഭിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ 2 ആളോ 3 ആളോ കിട്ടിയാൽ തന്നെ ഏതാണ്ട് 7-8 ലക്ഷം ആളുകൾക്ക് ഇപ്പോൾ തൊഴിലായിട്ടുണ്ട്. പിന്നെ പുതുതായിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേനയും PSC മുഖേന ഇന്ത്യയിൽ ആകെ റിക്രൂട്ട് ചെയ്തതിൻ്റെ 60-70% ആളുകൾ കേരളത്തിൽ മാത്രമാണ് റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. ഏതാണ്ട് ഒരു കൊല്ലം 30,000 ആളുകൾക്ക് ജോലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ രീതിയിലാണ്. പിന്നെ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് KDISC ഉൾപ്പെടെയുള്ള കേരള എക്കണോമിക് മിഷൻ ഉൾപ്പെടെയുള്ള സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ കണക്റ്റിംഗ് തളിപ്പറമ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇപ്പോൾ 1500-ലധികം ആളുകൾക്ക്, 1520 ആൾക്ക് ഇപ്പോഴും ജോലി കൊടുത്തു കഴിഞ്ഞു. ഇനി 2-3 ആയിരം ആൾക്ക് കൂടി ഈ സാമ്പത്തിക വർഷം പൂർത്തിയാകുമ്പോഴേക്ക് കൊടുക്കാൻ പറ്റും.
ഞങ്ങളിപ്പം ഒരു കൊല്ലമായിട്ടില്ല തുടങ്ങിയിട്ട്. ഭയങ്കര ആദ്യം ജനകീയമായിട്ടുള്ളൊരു ആദ്യമായിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കണക്റ്റിംഗ് തളിപ്പറമ്പിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും വിവിധ മേഖലയിൽ ജോലി തേടി പോയിട്ടുണ്ട്, ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അനുഭവം എന്താ പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു കാര്യം അതാണ്. MA MSc BA BSc BCom എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സ്കില്ല് വേണം. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വളരെ ഫലപ്രദമായിട്ടും കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അങ്ങനെ പഠിപ്പിച്ചാൽ അവർക്കെല്ലാം ഇൻ്റർവ്യൂവിൽ പോകാൻ പറ്റും. ഇപ്പോൾ വീട്ടിൽ തന്നെ ഇൻ്റർവ്യൂ നടത്താം. ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ട് ഫലപ്രദമായിട്ട് ആത്മവിശ്വാസത്തോടുകൂടി ഇൻ്റർവ്യൂ നേരിടാൻ കഴിയും. അതിന് അവരെ പ്രാപ്തമാക്കുക, അവരുടെ സ്കില്ല് അവരെ പഠിപ്പിക്കുക. ഇങ്ങനെയെല്ലാമുള്ള ഒരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ജോലി ലഭിക്കുന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരവസ്ഥ. ഇത് ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലുടനീളം ഈ നിലപാട് വരാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടും. അങ്ങനെ വരുമ്പോൾ ഡിഗ്രി ഉൾപ്പെടെ പാസ്സായിട്ട് തൊഴിലിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ സ്കില്ല് കൂടുതൽ ഫലപ്രദമായിട്ട് പഠിക്കാനും ഉൾക്കൊള്ളാനും അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂവിന് തയ്യാറാവാനും ഒക്കെയുള്ള ഒരു സാഹചര്യം അവർക്ക് അതിന് ആത്മവിശ്വാസം നൽകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഗവൺമെൻറ് 1000 രൂപ പ്രകാരം മാസാമാസം തരുമെന്ന് പറഞ്ഞത്. അത് വളരെ ശ്രദ്ധേയമായൊരു പരിപാടിയായിരിക്കും. അത് കേവലമായിട്ടൊരു പെൻഷൻ കൊടുക്കുന്ന പോലെയല്ല, അതൊരു ഗ്രാൻഡാണ്. ആ ഗ്രാൻഡ് അവർക്ക് നല്ല ജോലി, അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച ജോലി ലോകത്തെവിടെയും നേടുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഒരു ഇടപെടൽ കൂടിയാണ്. അത് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഭാവനാപൂർവമായ ഒരു പരിപാടി എന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പം ഈ കേന്ദ്രം നമ്മളിങ്ങനെ ഞെരുക്കുന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾ അല്ലെങ്കിൽ നിഷ്പക്ഷ മാധ്യമങ്ങൾ എന്ന് പറയുന്ന നിഷ്പക്ഷ മാധ്യമം എന്ന് വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ മാധ്യമങ്ങളൊക്കെ എങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് അപവാദങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ അജണ്ട അതാണ്. അത് ശരിയാണ്. അപ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ CPM എതിരായിട്ടാണ് ഇപ്പോഴും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരാണ്. പക്ഷേ മുഖ്യമന്ത്രി ഈ പെൻഷൻ്റെ ഇത് പറയുന്നു, മിനിറ്റുകൾക്കകം തന്നെ ജനങ്ങളുടെ റെസ്പോൺസ് വരിക. അപ്പോൾ എനിക്ക് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കുള്ള ഒരു സംശയമാണ്, വേറെ മാധ്യമങ്ങളിലെ പിന്തുണയില്ല, വേറെ നമുക്കൊരു PR വർക്കുകളൊന്നുമില്ല, ജനങ്ങളും ഇടതുപക്ഷവും തമ്മിലുള്ള ആ കണക്ഷൻ്റെ ഒരു മാജിക്ക് അതെന്താണ്? അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ട് കഴിഞ്ഞ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ വിധി എഴുതിയതാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ അന്ത്യമായി, ഇനി UDF വരാൻ പോവുകയാണ്. UDF വരാൻ പോകുന്നത് മാത്രമല്ല, ആരൊക്കെയാണ് മന്ത്രിയാവാൻ പോകുന്നത്, മന്ത്രിമാരുടെ സ്റ്റാഫ് ആരായിരിക്കും എന്നുൾപ്പെടെ UDFകാർ ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് 99 സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാനുള്ള അനുവാദം കേരളത്തിലെ ജനങ്ങൾ നൽകിയത്. ജനങ്ങൾക്കിത് നന്നായിട്ട് അറിയാം. ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ആരാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, ആരാണ് വികസനത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ള ധാരണയാണല്ലോ ഉണ്ടായിരുന്നത്. നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൃത്യമായിട്ട് ആ സന്ദേശം പൊളിച്ചു. കേരളത്തിലൊന്നും നടക്കില്ല എന്നുള്ളത് പൊളിച്ച് കേരളത്തിൽ നല്ലതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള വളർച്ച വികാസം നേടാൻ കേരളത്തിനാവും എന്ന് കേരളം കാണിച്ചു കൊടുത്തു. അതാണ് നാഷണൽ ഹൈവേ ഉൾപ്പെടെ. നാഷണൽ ഹൈവേ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചതാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്. ഗയൽ പദ്ധതി വേണ്ടാന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചതാണ് ഗ്യാസ്. കുടംകുളത്തിൽ നിന്നുള്ള വൈദ്യുതി കൊച്ചിയിലേക്ക് എത്തിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതാണ് അവർ. നാഷണൽ ഹൈവേക്ക് സമാന്തരമായിട്ട് നടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒന്നായിരുന്നു തീരദേശ ഹൈവേ, അതുപോലെ മലയോര ഹൈവേ. രണ്ടും വേണ്ടാന്ന് തീരുമാനിച്ചതാണ്. ഇങ്ങനെ എന്തൊക്കെ നടക്കില്ല എന്നവർ പറഞ്ഞോ അത് മുഴുവൻ നടക്കും എന്ന് തെളിയിച്ചിട്ടുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 9.5 കൊല്ലക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ശരിയായ രീതിയിൽ ജനങ്ങൾ മനസ്സിലെത്തിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് ഇനി ഈ ഗവൺമെൻറ് ഉണ്ടാവില്ല എന്ന് പ്രചരിപ്പിച്ച ആളുകൾക്ക് തെറ്റി. ജനങ്ങൾ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തി. മിക്കവാറും മാധ്യമങ്ങൾ, നമ്മുടെ ഇപ്പം വളരെ ചുരുക്കം മാധ്യമങ്ങൾ ഒഴിച്ച് മുഴുവൻ മാധ്യമങ്ങളും, അങ്ങനെ പറയാലോ, അവരുടെ എല്ലാ ശ്രദ്ധയും അവരുടെ മുഴുവൻ കഴിവും അപവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി, ഈ ഗവൺമെൻറ് വരില്ല എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട് ജനങ്ങൾ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഏപ്രിൽ മെയ്, അടുത്ത വർഷം ഏപ്രിൽ മെയ് ആകുമ്പോഴേക്ക് തിരഞ്ഞെടുപ്പായി. ആ തിരഞ്ഞെടുപ്പിൽ വേറൊരു സംശയം ഉണ്ടാവാൻ ഇടയില്ല. കാര്യം ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളും കേരളത്തിന് നൽകിയിട്ടുള്ള വികസന പ്രക്രിയയിലെ ഗവൺമെൻറ് ഇടപെടലും എല്ലാം ചേർത്ത് നിർത്തി നോക്കിയാൽ കേരളത്തോട് താല്പര്യമുള്ള മുഴുവൻ മനുഷ്യരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. ഇന്നലെ KPCC പ്രസിഡന്റിനോട് അല്ലെങ്കിൽ KPCCയോട് യോജിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്ന് പ്രതിപക്ഷ നേതാവിനോട് ആജ്ഞാപിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ്.
എന്നിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിൽ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളത് ഞങ്ങൾ പറയുന്നില്ല. സാധാരണ ആദ്യം അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങളെ പറ്റിയാണ് സ്ഥിരം പരാതി, നിങ്ങൾ ആരാണെന്ന് പറയുന്നില്ല എന്നാണ്. ഞങ്ങൾ പറയാറില്ല സാധാരണ, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് പറയുക. പക്ഷേ ഇന്നലെ അവർ ഉറപ്പായി പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളൊരു കോർ കമ്മിറ്റി ഉണ്ടാക്കുകയാണ്, നിങ്ങളുടെ ഇവിടുത്തെ കമ്മിറ്റിയൊന്നുമല്ല, അതിൻ്റെ മേലൊരു കമ്മിറ്റി ഞങ്ങൾ ഉണ്ടാക്കുകയാണ്. ആരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടത് എന്ന് ഞങ്ങളിപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രയും പ്രതിസന്ധിയാണ്. മുഖ്യമന്ത്രിയാവാൻ വേണ്ടി 3-4-5 ആളുകൾ കുപ്പായിട്ട് നടക്കുകയാണ്. ആ ഒരു ഗൗരവതരമായ സംഘർഷാത്മക UDF ഉള്ളത്. മാത്രമല്ല UDFിൻ്റെ ചരിത്രത്തിൽ പുതിയ ഒരു അധ്യായമാണ് അവർ രചിക്കാൻ പോകുന്നത്. വർഗീയ ശക്തികളുമായിട്ട് ചേർന്നുകൊണ്ടാണ് ആ മുന്നണി. ജമാഅത്തെ ഇസ്ലാമിനെയും SDP-യെയും ഞങ്ങൾ ചേർക്കും എന്ന് യാതൊരു മറയുമില്ലാതെ ലീഗും കോൺഗ്രസും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ലോകത്ത് ഇസ്ലാമിക രാഷ്ട്രം വേണം എന്ന ആശയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതും ഇവിടെ പ്രചരിപ്പിക്കുന്നതാണ് എന്ന് മൗദൂദിയുടെ ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തെയും ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർ ഐക്യമുന്നണി പോലെ കേരളത്തിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്, ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും. അപ്പോൾ അവർക്ക് ജനാധിപത്യ മതനിരപേക്ഷത എന്ന് പറയുന്നതൊന്നും യാതൊരു അടിസ്ഥാനമില്ലാന്ന് വ്യക്തമാണ്. എങ്ങനെയെങ്കിലും ജയിക്കുന്നതിന് വേണ്ടി ആരുമായിട്ടും കൂടാൻ യാതൊരു പ്രയാസമില്ല. RSS BJP സഖ്യം എല്ലാ കാലത്തും നമുക്കറിയാം ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒന്നാമത്തെ നമ്പർ ശത്രു CPM ആണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അവരുമായിട്ട് ചേരുന്നതിനും ഇവർക്ക് യാതൊരു പ്രയാസവും പല ഘട്ടങ്ങളിലായിട്ടുണ്ടായിട്ടില്ല. കോലീബി സഖ്യം എല്ലാം കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. അപ്പോൾ എല്ലാ വർഗീയ ശക്തികളും ചേർന്നുകൊണ്ടും അല്ലെങ്കിൽ വിഭജിച്ചുകൊണ്ടും അവിടെ നിൽക്കുകയാണ് മറുഭാഗത്ത്. ഞങ്ങൾ ഇതിനെല്ലാം എതിരായിട്ട് അതിശക്തിയായ പോരാട്ടവുമായി മുമ്പോട്ടേക്ക് പോവുകയാണ്. ഒരു വർഗീയ ശക്തിയുമായിട്ടും ഞങ്ങൾ യോജിച്ചു പോകുന്ന പ്രശ്നമില്ല. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും. പിന്നെ UDFിൻ്റെ എല്ലാ അർത്ഥത്തിലും ഗവൺമെൻറ്റിനെ എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാതെ മാത്രമേ ഉള്ളൂ അജണ്ട. ഒരു പുരോഗതി അവരംഗീകരിക്കുന്നില്ല, ഒരു പുതിയ പരിപാടിയും അവർ അംഗീകരിക്കുന്നില്ല, ഒരു വികസന പ്രക്രിയയും അവർ അംഗീകരിക്കില്ല. തുറമുഖ പ്രശ്നം വന്നപ്പോൾ അവർ ശക്തിയായിട്ട് എതിർക്കുകയായിരുന്നല്ലോ. വിഴിഞ്ഞം തുറമുഖത്തിന് അതിശക്തിയായിട്ട് അവസാനിപ്പിക്കണം എന്നാണല്ലോ UDF പറഞ്ഞത്. തുറമുഖ പ്രവർത്തനം മുഴുവൻ നിർത്തി വെക്കണം. കലാപം ഉണ്ടാക്കിയല്ലോ, പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നതിലേ ഉണ്ടായല്ലോ. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമാണ് ഇപ്പോഴും വിഴിഞ്ഞം തുറമുഖം എന്നവർ പറഞ്ഞു. ഇനി വ്യാവസായിക കോറിഡോർ ആരംഭിക്കാൻ പോവുകയാണ്. ഇവിടെയാണ് ഒരു ത്രികോണ സംവിധാനത്തിലാണ് വികസനം കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒരു ഭാഗത്ത് വിഴിഞ്ഞം തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ തന്നെ പുനലൂർ, ഈ ഒരു ത്രികോണത്തിൽ കേരളത്തിൻ്റെ ഒരു പുതിയ ചിത്രം വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ കൊച്ചി ഉൾപ്പെടെയുള്ള മധ്യ കേരളം വലിയ രീതിയിൽ മുന്നേറാൻ പോവുകയാണ്. കൊച്ചിയിൽ നിന്ന് ഒരു വ്യാവസായിക കോറിഡോർ ആരംഭിക്കുകയാണ് കോയമ്പത്തൂരിലേക്ക്. പാലക്കാട് 1400 ഏക്കർ ഭൂമി അതിനുവേണ്ടി ഇപ്പോൾ എടുത്തു കഴിഞ്ഞു. ഇവിടെ പശ്ചാത്തല സൗകര്യം ഒരുക്കി 90,000 കോടി റുപ്യയാണ് അതിനുവേണ്ടി ചിലവാക്കിയത്. കിഫ്ബി ലോകോത്തരമായ രീതിയിലൊരു പശ്ചാത്തല സൗകര്യമാണ് കേരളത്തിൽ ഒരുങ്ങിയത്. ഇനി അതിൻ്റെ മേലെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ വിജ്ഞാന സമൂഹം, വിജ്ഞാന സമ്പദ് വ്യവസ്ഥ, അറിവാണ് നമ്മുടെ മൂലധനം. ഈ മൂലധനം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനിവിടെ പണം എന്ന് ചോദിച്ചവരോടാണ് കൃത്യമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തിയിട്ട് 2 ലക്ഷം കോടി റുപ്യ ഈ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് നൂറുകണക്കിന് ആളുകൾ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പണമില്ലാതൊരു പ്രശ്നം നമ്മുടെ മുമ്പിലില്ല. നമുക്ക് ഈ വ്യവസായി ഈ രീതിയിലുള്ള പുതിയ സംരംഭങ്ങൾക്ക് പണം കിട്ടാൻ യാതൊരു പ്രയാസമില്ല. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അപ്പോഴും മനുഷ്യൻ്റെ വാങ്ങൽ കഴിവ് വീണ്ടും ശക്തിയായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും. കാരണം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു 25,000, 30,000, 40,000, 50,000 റുപ്യൊക്കെ ശമ്പളമായിട്ട് ലഭിക്കുന്ന പുതിയ ജോലി ലഭിക്കുന്ന സാഹചര്യം വന്നാൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ തന്നെ മാറ്റം വരും. സമ്പദ് വ്യവസ്ഥ സജീവമാവും. ഇതൊക്കെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ തന്നെയാണ്, അല്ലാതെ കമ്മ്യൂണിസ്റ്റ് സമ്പദ് വ്യവസ്ഥയോ സോഷ്യലിസ്റ്റ് ഒന്നല്ല. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ തന്നെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന കൂടുതൽ ഫലപ്രദമായ രീതിയിൽ അവർക്ക് ആശ്രയിക്കാവുന്ന ഒരു ഗവൺമെൻറ് സംവിധാനത്തെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അങ്ങനെയെല്ലാം വരുമ്പോൾ ലോകത്ത് 400 കൊല്ലക്കാലത്തെയൊക്കെ വളർച്ച നേടിയ വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തേക്കാൾ ഉയർന്ന, അവരൊപ്പം പട്ടിണി ഇപ്പോൾ ഉണ്ട്, ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് എത്താൻ കേരളത്തിനാവും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണിയാണ് ഇപ്പം വരുന്ന നവംബർ 1-ാം തീയതി തീരുമാനിച്ചിട്ടുള്ള നവ കേരള പിറവിക്ക് നമ്മൾ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്നു. അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് കേരളം മാറാൻ പോവാണ്. ജനകീയ ചൈന പോലെയുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെ മാറ്റി നിർത്തിയാൽ ലോക മുതലാളിത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ദാരിദ്ര്യം അവസാനിപ്പിക്കുക എന്നുള്ളത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ മുദ്രാവാക്യമല്ല. ഇവിടെ ആ മുദ്രാവാക്യമാണ് നമ്മൾ നടപ്പിലാക്കുന്നത്.
അപ്പോൾ സ്വാഭാവികമായിട്ടും അതിദാരിദ്ര്യം അവസാനിക്കും. ഈ പറഞ്ഞ ആനുകൂല്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കും, വാങ്ങൽ ശേഷി കൂടും. അപ്പോൾ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ സജീവമായിട്ട് മുമ്പോട്ടേക്ക് വരും. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർദ്ധ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തേക്കാൾ ഉയർന്ന നിലവാരം മുഴുവൻ ജനങ്ങൾക്കും, പാവപ്പെട്ടവരുൾപ്പെടെയുള്ള മുഴുവൻ ജനങ്ങൾക്കും കൈകാര്യം ചെയ്യാനുള്ള ശേഷി കേരളത്തിലുണ്ടാവും. അതൊരു കേരളം, ഒരു പുതിയ കേരളമായിരിക്കും. അപ്പോൾ നവംബർ 1 കേവലം കേരള പിറവി മാത്രമല്ല, നവകേരള പിറവിയായിട്ട് മാറും. ഇപ്പോൾ മാഷിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, മാഷ് പാർട്ടി നേതൃത്വത്തിലുള്ളപ്പം ഒരു കേന്ദ്ര സഖാവായിട്ട് കാറിൽ പോവുകയാണ്. അപ്പോൾ അമ്മ റോഡരികിൽ റോഡ് പണി ചെയ്യുന്ന ഒരു തൊഴിലാളിയായി ജോലി ചെയ്യുന്നത് കാണുന്നു. ഇതുപോലെ ഉരുക്കിയെടുത്ത ജീവിതങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാർ മിക്കവരിലും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെയാണോ ഉറച്ച ഒരു നിലപാടായിട്ട് അതിദാരിദ്ര്യമുക്ത കേരളം എന്നുള്ളതും തൊഴിലില്ലായ്മ എന്നുള്ളതും ഒരു നിലപാടായിട്ട് തന്നെ അത് നടത്തും എന്നുള്ളൊരു നിലപാടിലും ഉറച്ചു മുന്നോട്ട് പോകുന്നു? കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് സാമൂഹിക ജീവിതത്തിലെ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളെ കൂടി ചേർത്തുകൊണ്ടാണ് സമൂഹ വളർച്ച ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെല്ലാം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പോലെ വലിയ മുതലാളിമാർ പാർട്ടി നേതൃത്വത്തിലേക്ക് വന്നത് കേരളത്തിൽ പൊതുവെ അപൂർവമാണ്. ഞങ്ങളെ പാർട്ടിയല്ല ഞാൻ പറയുന്നത്, ഏത് പാർട്ടിയായാലും എല്ലാവരും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു കോർപ്പറേറ്റുകളല്ല. രാഷ്ട്രീയ പ്രവർത്തനം നടത്തി സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടി പ്രവർത്തനത്തിലൂടെ മുന്നോട്ടേക്ക് വന്നവരാണ്. ഓരോരുത്തരെയും എടുത്ത് പരിശോധിച്ച് നോക്കുക, കെ കരുണാകരൻ ഉൾപ്പെടെ ഓരോരുത്തരും എടുത്ത് പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും. CPM-ൻ്റെ നേതാക്കന്മാരെ പറ്റി പ്രത്യേകിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഏത് പാർട്ടി എടുത്ത് പരിശോധിച്ചാലും അങ്ങനെയാണ്. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോർപ്പറേറ്റുകളുടെ നേതൃത്വത്തിലുള്ള ആളുകൾ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നത്. മുമ്പ് ജനസംഘത്തിൻ്റെ തന്നെ നേതാക്കന്മാരെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ KE മാരാറെ പോലുള്ളവരൊക്കെ വളരെ ഒരു അധ്യാപകനായിട്ട് ജീവിതം ആരംഭിച്ച് അത് അവസാനിപ്പിച്ച് പിന്നീട് ഫുൾ ടൈം പ്രവർത്തകനായിട്ട് ജനസംഘത്തിൻ്റെ ഇവിടെ കേരളത്തിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിട്ട് വന്നതാണ്. അദ്ദേഹം RSS ആയിരുന്നു ആദ്യം മുതൽ. CKP-യെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹവും അങ്ങനെ തന്നെയായിരുന്നു. അതായത് മുൻ ഈ BJP-യുടെ നേതാക്കന്മാരൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരാരും കോർപ്പറേറ്റുകളല്ല. എന്നാൽ ആദ്യമായിട്ടാണ് ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരാൾ പ്രസിഡൻ്റായിട്ട് വരുന്നത്. അവർക്ക് ഈ ജീവിതത്തെ പറ്റി മനസ്സിലാക്കാനാവില്ല. ഞങ്ങൾക്ക് ഈ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഈ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വന്നത്. കഷ്ടപ്പെട്ട് വരുന്ന ഒരു കർഷക തൊഴിലാളി കുടുംബത്തിലാണ് ഞാനൊക്കെ ജനിച്ചത്. അവരുടെ തന്നെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങളൊക്കെ വളർന്നത്. അങ്ങനെയാണ് അമ്മ ജോലി ചെയ്യുന്നതൊക്കെ ഒരു അത്ഭുതമായിട്ട് ചെറിയ ആൾക്ക് തോന്നുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ട് ആ രീതി തന്നെ തുടങ്ങിയതാണ്. ആ ജീവിതത്തിൽ തന്നെ മുന്നോട്ടേക്ക് പോകാൻ ഞങ്ങൾക്ക് സാധിക്കും, അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അതിദാരിദ്ര്യം അവസാനിപ്പിക്കുക എന്നുള്ളത്, തൊഴിലില്ലായ്മ അവസാനിപ്പിക്കുക എന്നുള്ളത്, പട്ടിണിയും ദാരിദ്ര്യവും അതുപോലെ തന്നെ പാർപ്പിട പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത്, അതുപോലെ ഇതുപോലുള്ള അടിസ്ഥാനപരമായ സൗകര്യങ്ങളെല്ലാം കേരളത്തിൽ ഒരുക്കുക, പ്രശ്നം പരിഹരിക്കുക, അതുവഴി കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ ഇനി മുന്നോട്ടേക്ക് നയിക്കുക. ഇനി നമുക്ക് ഈ അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞാൽ ജനങ്ങളെ ഹാപ്പിനെസ്സിലേക്ക് നയിക്കണം, ജനങ്ങളെ സന്തോഷാത്മകമായ ജീവിതം നയിക്കാൻ അവരെ പ്രാപ്തമാക്കണം. ഇപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യ 126ാമത്തെ സ്ഥാനമാണ്. ലോകം മുഴുവൻ അത് ചർച്ച ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലെ ചർച്ച ചെയ്യുന്നില്ല. ഇന്ത്യയിലെ ചർച്ച ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. കേരളത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സ് പരിശോധിച്ച് നോക്കിയാൽ ലോക നിലവാരത്തിൻ്റെ അടുത്തെത്തുന്ന സാധിക്കുന്നതാണ് സ്ഥിതി. അതുകൊണ്ട് കേരളത്തിൽ മാത്രമേ ഹാപ്പിനെസ്സിനെ സംബന്ധിച്ച് ആഹ്ലാദകരമായ ഒരു ജീവിതത്തെ സംബന്ധിച്ച് പറയാൻ പറ്റുള്ളൂ. ഭൂട്ടാൻ 1956 പറഞ്ഞതാണിത്. ഭൂട്ടാൻ ചെറിയൊരു രാജ്യമാണല്ലോ. അവർ ഈ സന്തോഷാത്മകമായ ജീവിതം എന്നത് ഒരു സങ്കല്പമായിട്ട് അന്നേ പറഞ്ഞു തുടങ്ങിയാണ്. ഇപ്പോഴും ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നാണ് ഭൂട്ടാൻ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കേരളത്തിൽ ഈ പറയുന്ന സന്തോഷാത്മകമായ ജീവിതം എന്ന് പറഞ്ഞാൽ മൗലികമായ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുന്നു. വിദ്യാഭ്യാസ മേഖല ലോകോത്തരമായ രീതിയിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നു. ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഇപ്പോഴും തന്നെ ലോകത്തിന് വിസ്മയമാണ്. കോവിഡ് ഉൾപ്പെടെ കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ ജനകീയ ആരോഗ്യ പ്രസ്ഥാനം. പാർപ്പിട പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ 5 ലക്ഷത്തിലധികം വീട് കൊടുത്തു കഴിഞ്ഞു. ഇനിയും വേണം, കുറച്ച് ആൾക്ക് അത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ പാർപ്പിട പ്രശ്നം പരിഹരിക്കുകയാണ്, ദാരിദ്ര്യം അവസാനിക്കുകയാണ്, പട്ടിണി അവസാനിക്കുകയാണ്, തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മൗലികമായ ആവശ്യങ്ങളാണ് ജനങ്ങളുടെ. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഹാപ്പിനെസ്സിന് വേണ്ടിയുള്ള എന്ന് പറഞ്ഞാൽ സന്തോഷാത്മകമായ ജീവിതത്തിലേക്ക് കേരളത്തെ നയിക്കാൻ ഉതകുന്ന സമീപനങ്ങളും പരിപാടികളും ആവിഷ്കരിക്കേണ്ടി വരും. അത് പണമുള്ളത് കൊണ്ട് മാത്രം ഒരാൾ സന്തോഷാത്മകമായി ജീവിക്കില്ല. നമ്മുടെ ബ്രെയിനിലെ നിരവധി പ്രധാനപ്പെട്ട അവയവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് കൂടി
ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സന്തോഷാത്മകത രൂപപ്പെടുന്നത്. അതൊക്കെ നമുക്ക് ഗൗരവപൂർവ്വം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. അതെ അതെ തീർച്ചയായിട്ടും. ഇപ്പം മാഷിൻ്റെ അടുത്ത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പം മാഷ് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ സാരഥ്യത്തിലുണ്ട്. അതോടൊപ്പം തന്നെ തളിപ്പറമ്പ് MLA ആണ്. അപ്പോൾ മാഷിൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങണത്? അതോടൊപ്പം തന്നെ നമ്മളതിനൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഇറങ്ങിയൊരു പുസ്തകം ചിലപ്പോൾ മാഷിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മാഷ് അതിനെക്കുറിച്ച് റിവ്യൂ പറയും. അപ്പോൾ ആ പുസ്തകം വായിക്കാനുള്ള സമയം കിട്ടുന്നു, അപ്ഡേറ്റഡ് ആണ് എല്ലാതിനെക്കുറിച്ചും. അപ്പോൾ എങ്ങനെയാണ് ഇത് കുടുംബത്തോടൊക്കെ ഒപ്പം സമയം ചെലവഴിക്കാനുള്ള ഒക്കെയുള്ള ഒപ്പം ചെലവഴിക്കുന്ന സമയം വളരെ വളരെ കുറവാണ്. കാരണം ഞാനിവിടെ തിരുവനന്തപുരത്താണ്. കുടുംബം എന്ന് പറയുന്നത് പല ഭാഗത്തായിട്ടുള്ളത്. ഒപ്പം എല്ലാവരും ഇല്ല എന്നർത്ഥം. ഭാര്യയും അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം. ഭാര്യ അവിടെ കണ്ണൂരാണ്. ഒരു മകനുള്ളത് എറണാകുളത്താണ്. മറ്റൊരു മകൻ എറണാകുളം അതുപോലെ തന്നെ കണ്ണൂരൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അവൻ അഡ്വക്കേറ്റാണ്. അപ്പോൾ കേസുമായിട്ട് വരുമ്പോൾ ഇപ്പം എറണാകുളത്താണ് ഉള്ളത്. ഇനി അത് കഴിഞ്ഞാൽ കണ്ണൂരേക്ക് പോകും. അങ്ങനെ എല്ലാവരും ആ രീതിയിലാണ്. സ്വാഭാവികമായിട്ട് MLA എന്ന രീതിയിലുള്ള പണി അവിടെ മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടതുണ്ട്. അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്ന് തന്നെയാണ് കരുതേണ്ടത്. പിന്നെ വായന എന്ന് പറയുന്നത് യാത്രയിലൊക്കെയാണ് പലപ്പോഴും വായിക്കാൻ സമയം കിട്ടുക. അത് ഇപ്പോൾ ഓരോ പുസ്തകങ്ങൾ ഇറങ്ങുമ്പോൾ ആ പുസ്തകം വായിക്കാനാണ്. പുസ്തകം ഇപ്പം നമുക്ക് നല്ലപോലെ ആളുകൾ അയച്ചു തരുന്നുണ്ട് വായിക്കാൻ വേണ്ടി. വായിക്കുമെന്ന് മനസ്സിലായതോടുകൂടി ആളുകൾ പുസ്തകം ഇഷ്ടം പോലെ തരുന്നുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ വായിക്കാനുള്ള സമയം ഉണ്ടാക്കിയിട്ട് വായിക്കാൻ മാത്രമേ വഴിയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അത് വായിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ വായനയാണ് യഥാർത്ഥം നമ്മളെയൊക്കെ രൂപപ്പെടുത്തിയത്. അല്ലെങ്കിൽ നമ്മളൊന്നും അല്ലാതാവും. അപ്പോൾ വായിക്കുക, തുടർച്ചയായിട്ട് വായിക്കുക, വീണ്ടും വായിക്കുക തന്നെ. അതുകൊണ്ട് വായന എന്ന് പറയുന്നത് ഒരു ഹരം പോലെ കൈകാര്യം ചെയ്തു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ ആദ്യം മുതൽ, വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന ഘട്ടം മുതൽ. അപ്പോൾ ശരി, നമസ്കാരം. താങ്ക് യു.